നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സർ? ഏയ്, ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. സാർ ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, ഇടയ്ക്ക് കുറെ നേരം കറണ്ട് പോയി. എന്നിട്ട് അപ്പോ ഉണർന്നിരുന്നു, പിന്നെ ഉറക്കം വന്നില്ല. എന്നാ പിന്നെ ഉറങ്ങുന്ന തന്നെ നോക്കിയിരിക്കാന്ന് വിചാരിച്ചു. രാത്രി കറണ്ട് പോയെന്നോ? ആ, 1-2 മണിക്കൂർ മുൻപാ. താൻ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു, ഞാൻ തന്നെയും കണ്ടങ്ങിരുന്നു. അല്ല, കറണ്ട് പോയപ്പോ സാറിന് പേടിയായില്ലേ? ആ, കറണ്ട് പോകുമ്പോ ഞാൻ എന്തിനു പേടിക്കണം? താൻ പേടിക്കാറുണ്ടോ? സാർ ഇത് എന്താ പറയുന്നേ? എന്നെ പറ്റിക്കുവാണല്ലേ? താനാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. എടോ, ഓഫ് ദ ലൈറ്റ്. സാർ, എടോ, ലൈറ്റ് അണയ്ക്കാൻ. സാർ പേടിക്കും. ശരി സാറ് എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാ. പേടിക്കുവാണെങ്കിൽ എന്നെ പിടിച്ചോണേ. ഇതിലും നല്ല അവസരം ഇനി കിട്ടാനില്ല. എനിക്ക് പേടിയാവുന്നു ശ്യാമേ. സാർ പേടിച്ച് നിലവിളിക്കല്ലേ, ഞാൻ ലൈറ്റ് ഇടാം. വേണ്ട ശ്യാമേ, വേണ്ട. അത്രയും സമയം തന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാമല്ലോ. അതുമല്ല, എനിക്കാണെങ്കിൽ ഇരുട്ടിന്റെ പേടിയുമില്ല. എന്താണോ? സാർ ലൈറ്റ് ഇല്ല, ഇവിടെ മുഴുവൻ ഇരുട്ടാ. സാറിന് പേടിയാവുന്നില്ലേ? എന്റെ പേടിയൊക്കെ മാറിയിടോ. താനും തന്റെ കൃഷ്ണനും കൂടി, അല്ലല്ല, നമ്മുടെ കൃഷ്ണനും കൂടി ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റി. സാർ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിത് അമ്മയോടൊക്കെ പോയി പറയട്ടെ, അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷവും. വരട്ടെ വരട്ടെ, എല്ലാവരോടും പറയാൻ വരട്ടെ. പക്ഷേ അവർക്കാർക്കും ഇതിലൊരു പങ്കും അവകാശപ്പെടാൻ പറ്റില്ല. തന്നോടാ ഞാൻ ഇതിന് കടപ്പെട്ടിരിക്കുന്നത്. അല്ല സാർ, എനിക്കിതിലൊരു പങ്കുമില്ല. ഇത് മുഴുവൻ ചെയ്തത് ഇയാളാ. സാർ, എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നോ? ഇനി തല്ലായിട്ടോ. മോളെ, നല്ലതാണോ അമ്മേ? ഐശ്വര്യ, കൊള്ളാലോ ഡ്രസ്സൊക്കെ. വളരെ നന്നായിരിക്കുന്നു മോളെ. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ? ചേരുന്നുണ്ട്. മോക്ക് എല്ലാ ഡ്രസ്സും ഏത് കളറും നന്നായി ചേരും. അത് പിന്നെ എനിക്കറിയില്ല അമ്മേ.
എന്റെ സൗന്ദര്യത്തിന് ഏത് ഡ്രസ്സും എനിക്ക് നന്നായിട്ട് ചേരും. ദേ ഐശ്വര്യേ, നീ ആവണം മത്സരത്തിൽ ഒന്നാമതെത്തേണ്ടത്. നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവേണ്ടത് നീ തന്നെയാ. അതായി അമ്മയുടെ ആഗ്രഹം. മോളെ, ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്കത് പരസ്യമായിട്ട് പറയാനൊക്കില്ലല്ലോ. അമ്മ രഹസ്യമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അമ്മ മൗനമായിട്ടെങ്കിലും എന്നെ അനുകൂലിച്ചാലേ എനിക്കൊരു കോൺഫിഡൻസ് ആവും. ഞാൻ ജയിക്കുകയും ചെയ്യും. ഞാൻ നിന്നെയല്ലേ അനുകൂലിക്കൂ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അവരൊക്കെ എവിടെ? ആരും കാണുന്നില്ലല്ലോ. ആ, അവര് വന്നിട്ടില്ല. ചിലപ്പോ ഒരുങ്ങായിരിക്കും. ആ, ദേ അവര് വന്നല്ലോ. എന്താമ്മേ? ഏയ്, ഒന്നുമില്ല. നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഞങ്ങൾ പറയായിരുന്നു. എന്താ മോളെ, നിനക്കൊരു മൂഡ് ഔട്ട് പോലെ? ഓ, എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലമ്മേ. താല്പര്യമില്ലാത്തവർക്കൊക്കെ അങ്ങ് വരാതിരുന്നൂടെ? ആ, അങ്ങോട്ട് വരാതിരിക്കുന്ന ചിലർക്കൊക്കെ ഇഷ്ടമൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ആ, അതൊക്കെ പോട്ടെ അമൃതെടുത്തി. ഇതൊക്കെ എങ്ങനെ എത്ര നാളായിട്ട് കേൾക്കുന്നതാ? ഐശ്വര്യടുത്തി, ഓരോരുത്തരുടെയും വേഷത്തിലൊന്നും അല്ല വലിയ കാര്യം, പെരുമാറ്റത്തില. മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുന്നതിനേക്കാളും വലിയ സൗന്ദര്യം വേഷത്തിനില്ല. മാത്രമല്ല, കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ഒന്നും ആവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനൊന്നും അല്ല വരുന്നതും. പിന്നെ അച്ഛൻ അവിടെ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. ഓ, അങ്ങനെ. എന്നാ പിന്നെ ഈ വൈസ് ചെയർപേഴ്സൺ ആവാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിലേ അച്ഛനോട് പറഞ്ഞ് ഈ കാര്യത്തിൽ നിന്ന് അങ്ങ് മാറിക്കൂടെ? അതെ, അത് തന്നെ എൻ്റെ ഉദ്ദേശം. എന്തായാലും ഓഫീസിൽ പോയിട്ട് വരട്ടെ. ഇന്ന് രാത്രി തന്നെ അച്ഛനോട് ഇക്കാര്യം ഞാൻ പറയുന്നുണ്ട്. അല്ല, നീ എന്തിനാ ശ്യാമേ ഈ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നേ? കമ്പനിയുടെ ചെയർപേഴ്സൺ ആവാൻ ഇവിടെ എല്ലാവരെക്കാളും യോഗ്യത നിനക്കാ ഉള്ളത്. ഇവൾ എന്നെ ലക്ഷ്യം വെച്ചാണല്ലോ അമ്പൊക്കെ ചെയ്യുന്നത്. ഇവളാ ഇപ്പൊ എന്റെ പ്രധാന ശത്രു. ശ്യാമേ, നീ എന്തൊന്നും പറയാത്തെ? ഞാൻ എന്തു പറയാനായിടത്തി? ഇത്തരം സ്ഥാനമാനങ്ങളൊന്നും വേണമെന്ന് എനിക്കില്ല. അതിനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അർഹതയില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അത്ര കഴിവുള്ള മറ്റൊരു മരുമകളും ആനന്ദവർമ്മയ്ക്കും വസന്തരാമയ്ക്കും ഇവിടെ ഇല്ല. അമൃതയടുത്ത് എന്തു പറഞ്ഞാലും ഞാൻ വൈസ് ചെയർപേഴ്സൺ ആവില്ല. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാ. തമ്മിൽ പറഞ്ഞു വഴക്കുണ്ടാക്കാതെ നിങ്ങൾ സന്തോഷത്തോടെ 3 പേരും കൂടി പോവാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.